Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സൻ്റെ സ്റ്റുഡിയോ പർപ്പസ് സ്റ്റാർട്ടിംഗ് പ്രിൻ്ററായ എപ്സൺ L805 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പും ഫസ്റ്റ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ക് റീഫിൽ ചെയ്യാം, ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ എല്ലാം ഉള്ളൊരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. A05 അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇതാണ് പ്രിൻ്റർ. ഈ ബോക്സിനകത്താണ് പ്രിൻ്റർ ഉള്ളത്. 6 കളർ പ്രിൻ്ററാണ് വരുന്നത്. 673 എന്ന ഇങ്ക് കോഡാണ് ഈ ഒരു മോഡലിന് വരുന്നത്. അത് എപ്സൻ്റെ ഒറിജിനൽ ഇങ്ക് തന്നെ യൂസ് ചെയ്യണം. ഒരിക്കലും മാറി ഓൺലൈനിൽ നിന്ന് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് യൂസ് ചെയ്തത്. അങ്ങനെ ഉപയോഗിച്ചുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻ്ററിന് മറ്റേ പ്രിൻ്റ് ഔട്ട് നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്തു. ബോക്സ് ഓപ്പൺ ചെയ്തതിന് മുകളിൽ തന്നെ നമുക്കൊരു USB കേബിൾ കാണാം. ഇത് പവർ കേബിളാണ്. ലെഫ്റ്റ് സൈഡിൽ ഇത് USB കേബിൾ, പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കേബിളാണത്. ഇവിടെയാണ് ഇങ്ക് ബോട്ടിലിൻ്റെ സെറ്റ് വരുന്നത്. 6 കളറാണ്. സിയാന്, മജന്ത, ലൈറ്റ് സിയാന്, ബ്ലാക്ക്, യെല്ലോ, അങ്ങനെ ടോട്ടൽ 6 കളറാണ് ഇതിന് വരുന്നത്. ഒരു 673 ഇങ്ക് തന്നെ യൂസ് ചെയ്യണം. എപ്സൻ്റെ വില കുറഞ്ഞ ഇങ്കുകളൊന്നും യൂസ് ചെയ്യരുത്, അപ്പോൾ ഔട്ട്പുട്ടിൽ വ്യത്യാസം ഉണ്ടാവും. ഇത് CD പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രേ ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണത്. അതായത് ഡ്രൈവർ CD യൂസർ മാനുവലുള്ള ഒരു കിറ്റാണ്. ആ യൂസർ മാനുവലെല്ലാം വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഈ 2 തെർമോകോൾ പീസുകൾ നമുക്ക് ഒഴിവാക്കാം. കാരണം അത് ഒഴിവാക്കിയാൽ മാത്രമേ പ്രിൻ്റർ ഈ ബോക്സിൽ നിന്ന് എടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ആ ബോക്സിൽ നിന്നും പ്രിൻ്റർ നമ്മൾ പുറത്തോട്ട് വെച്ചു. ഈ കവർ ഫുള്ള് റിമൂവ് ചെയ്യാം. ഇനി കാണുന്ന ബ്ലൂ ടാപ്പുകൾ ഫുള്ള് റിമൂവ് ചെയ്യണം. ഓക്കെ, കൂടെ ഈ വലിയ ഒരു ലാമിനേഷൻ സ്റ്റിക്കറും റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു എഞ്ചിനീയർ വന്ന് ഇത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും ഇൻസ്ട്രക്ഷൻസും എല്ലാം തരുന്നതാണ്. അവർ വന്നു കഴിഞ്ഞാൽ വാറണ്ടി കറക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അത് ചെയ്യുക. കാരണം നമ്മൾ റിസ്ക് നമുക്ക് ഒഴിവാക്കാം. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ക് അറിയാതെ മാറി ഒഴിക്കുകയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ DOA കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ സെൽഫായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും നല്ല നിങ്ങളത് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആളുകൾ വന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്ത് തരും. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ബ്ലൂ ടാപ്പുകൾ ഫുള്ള് റിമൂവ് ചെയ്ത് കയ്യാറായിട്ടുണ്ട്. കൂടെ ഈ ഒരു സ്റ്റിക്കറും പാട് കണ്ടില്ലേ, താഴെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു സ്റ്റിക്കറും പാടുണ്ട്. ഇവിടെയും സ്റ്റിക്കർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ സമയത്ത് പ്രിൻ്റർ ഒരിക്കലും പവർ ഓൺ ആക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഈ താഴെ ഔട്ട്പുട്ട് ട്രെയിൻ്റെ അടുത്തൊരു ബ്ലൂ ടാപ്പ് റിമൂവ് ചെയ്യാണ്ട് അത് റിമൂവ് ചെയ്തു. ഈ ടാങ്കിൻ്റെ സൈഡിൽ ഒരു ഇതുണ്ട്, അതാരും ശ്രദ്ധിക്കാറില്ല. കാരണം ഈ ബ്ലൂ ടാപ്പുകൾ ഫുള്ള് റിമൂവ് ചെയ്യാനാണ്. പല ആളുകളും ഈ ടാങ്കിൻ്റെ സൈഡത്തെ റിമൂവ് ചെയ്യാതെ ഇങ്കൊക്കെ ഒഴിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഒഴിക്കുന്നത് കണ്ടിട്ടുള്ളത്. ആ 2 ടാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് റീഫിൽ ചെയ്യൽ സിമ്പിളാണ്. അപ്പോൾ ഏകദേശം നമ്മളെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ക് റീഫിൽ ചെയ്യാനാണുള്ളത്. ഞാൻ പറഞ്ഞ 6 കളറാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടാങ്ക് ഓരോരോ ബോട്ടിലിന് ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാങ്ക് ഇതേപോലെ സൈഡിലേക്ക് ഇങ്ങനെ കിടത്തി വെച്ചിട്ടാണ് റീഫില്ല് ചെയ്യേണ്ടത്. അവിടെ നമ്മളെ ഡോർമ കണ്ട ഓരോരോ ടാങ്കിനും ഓരോരോ കളർ കോഡുകളുണ്ട്. അപ്പം അത് മാറരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബോട്ടിൽ ഇതേപോലെ റിമൂവ് ചെയ്ത് ഈ ഒരു ടോപ്പ് റിമൂവ് ചെയ്യണം. കുറച്ച് ടൈറ്റ് ഉണ്ടാവും ഒറിജിനൽ ബോട്ടിലിൻ്റെ ആ ടാപ്പ് റിമൂവ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ സിയാനാണ് റീഫിൽ ചെയ്യേണ്ടത്. അത് നോക്കിയിട്ട് തന്നെ നമ്മൾ റീഫിൽ ചെയ്യണം. അപ്പോൾ സിയാൻ്റെ ബോട്ടിൽ പോയിട്ട് സിയാൻ്റെ ടാങ്കിൽ തന്നെ നമ്മൾ വെച്ചു. ഓക്കെ, ചെറുതായിട്ട് വെച്ചതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഒറ്റയടിക്ക് പ്രസ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ക് പുറത്തോട്ട് ഫ്ലോ ആവും. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ സിയാൻ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് ഇങ്ക് ബാലൻസ് ഉണ്ടാവും. അത് നിങ്ങൾ തൽക്കാലം അതിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫില്ലാക്കുന്നതിന് പകരം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞ ശേഷം അത് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ സിയാൻ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഇങ്ക് വന്നിട്ട്
മജന്തയാണ്. നമുക്ക് മജന്ത ഫില്ല് ചെയ്യാം. മജന്തൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്ത് ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ അതേപോലെ നമ്മൾ നേരത്തെ സിയാൻ ഫില്ല് ചെയ്ത പോലെ തന്നെ അതിൻ്റെ എല്ലാ ടാപ്പും റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ഐക്കൊന്ന് ഫില്ല് ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ വില കുറഞ്ഞ ഇങ്ക് ഇതിൽ യൂസ് ചെയ്യരുത്. വില കുറഞ്ഞ ഇങ്ക് ഇപ്പോൾ എപ്സൻ്റെ ചെറിയ മോഡലുകളുണ്ട്. 001 664 എന്ന സീരീസ് ഇങ്ക് ബോട്ടിൽസ് ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ പ്രിൻ്റ് ഔട്ടിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. അത് ടെക്നീഷ്യന്മാർ എന്തായാലും ചെക്ക് ചെയ്യും. അത് വാറൻ്റി ഉള്ള മെഷീനാണ്, എന്തായാലും വാറൻ്റി കട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക്, പ്രത്യേകിച്ച് ഓൺലൈനിൽ നിന്ന് വരുന്ന 99% ഇങ്കും ഡ്യൂപ്ലിക്കേറ്റാണ് വരുന്നത്. അത് നമ്മൾ ടാങ്കിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും വാറൻ്റി കട്ടാവുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം സിയാൻ മജന്ത ഇതിന് അടുത്തത് ലൈറ്റ് മജന്തയാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിന് ഇപ്പം മജന്തക്കും സിയാനും 2 കോമ്പിനേഷൻ പാട് വരുന്നുണ്ട്. അതായത് മജന്തക്ക് ലൈറ്റ് മജന്ത എന്ന വേറൊരു ഇങ്കും വരുന്നുണ്ട്, സിയാന് ലൈറ്റ് സിയാൻ എന്ന ഇങ്കുണ്ട്. ഒരിക്കലും സിയാൻ്റെ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരിക്കലും ലൈറ്റ് സിയാൻ ഒഴിക്കരുത്. അതേപോലെ തന്നെ ലൈറ്റ് സിയാനിൽ പോയിട്ട് സിയാനും ഫില്ല് ചെയ്യരുത്. അതേപോലെ മജന്തൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ്. മജന്തയിൽ ഒരിക്കലും ലൈറ്റ് മജന്ത യൂസ് ചെയ്യരുത്, ലൈറ്റ് മജന്തയിൽ ഒരിക്കലും മജന്തയും യൂസ് ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആകെ നിങ്ങളെ ഔട്ട്പുട്ട് തന്നെ ആകെ മാറുന്നത്, അത് പ്രിൻ്റ് ഔട്ട് ആകെ മാറുന്നതാണ്. അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി കവറേജ് കിട്ടില്ല. നിങ്ങൾ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയി ടാങ്കെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു പ്രോസസ്സിങ് ഉണ്ട്. അതിന് അവർ ചിലപ്പോൾ എത്ര എമൗണ്ട് വാങ്ങുക എന്നുള്ളത് പറയാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ലൈറ്റ് മജന്ത ഫില്ല് ചെയ്തു. ഇനി അടുത്തത് ലൈറ്റ് സിയാൻ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശേഷം ലൈറ്റ് സിയാനും ഫില്ലായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ബ്ലാക്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എപ്സൻ്റെ ചെറിയ സീരീസ് പ്രിൻ്ററുള്ള ഇങ്ക് പല ആളുകളും ഉപയോഗിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ബ്ലാക്ക് ഇങ്കിൻ്റെ കാര്യത്തിലാണ്. ബ്ലാക്ക് ഇങ്ക് 673 എന്ന ഇതിൽ ഉപയോഗിക്കുന്ന ഈ സീരീസ് ഇങ്ക് ബോട്ടിലിന് ഏകദേശം 650 റുപ്പീസ് വരുന്നുണ്ട്. പക്ഷേ പല ആളുകളും ചെറിയ പ്രിൻ്ററിൻ്റെ 001 ഇങ്ക് കോഡോ അല്ലെങ്കിൽ പഴയ 664 എന്ന ഇങ്ക് കോഡൊക്കെ ഉള്ള ഇങ്കിന് ബോട്ടിലിന് ആകെ 300 വരുന്നുള്ളൂ. പല ആളുകളും അത് ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് പ്രിൻ്റ് ഔട്ടിൽ നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരുന്നിട്ട് പ്രിൻ്റർ കംപ്ലൈൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കോമ്പാറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തത് എപ്സൻ്റെ ഒറിജിനൽ ഇങ്ക് തന്നെ ആയിരിക്കും, പക്ഷേ സീരിയസ് വ്യത്യാസമുള്ളത് കൊണ്ട് അത് വാറണ്ടി കട്ട് ചെയ്യാൻ വരെ ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ബ്ലാക്ക് ഇങ്ക് നമ്മൾ റീഫിൽ ചെയ്തു. ഇനി ലാസ്റ്റ് ഇങ്കായ യെല്ലോ ആണത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടാങ്കിൽ ഒരിക്കലും സെൻസർ കാര്യങ്ങളൊന്നും ഇല്ല. പല സ്റ്റുഡിയോയിലും ഞാൻ പോകുന്ന സമയത്ത് നമ്മൾ വലിയ ടേബിളിൻ്റെ അടിയിലോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഉപയോഗിക്കൽ. ഇങ്ക് ലെവൽ പല ആളുകളും കമ്പ്യൂട്ടറിലാണ് നോക്കൽ. ഒരിക്കലും ഇത് കമ്പ്യൂട്ടറിലുള്ള ഇങ്ക് ലെവൽ തെറ്റാണ്, ശരിക്കുള്ളതല്ല. അതിനാണ് ടാങ്കിൻ്റെ സൈഡിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്പനി ഇത് ഓപ്ഷൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പത്തെ മോഡൽ 800-ലും അതേ അവസ്ഥ തന്നെയാണുള്ളത്. പല ആളുകൾക്കും ഇപ്പോൾ ഞാൻ സർവീസിന് വിളിക്കുന്ന സമയത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് ടാങ്കിലൊരു തുള്ളി ഇങ്ക് ഉണ്ടാവില്ല. അങ്ങനെ ഹെഡ് കംപ്ലൈൻറ്റ് വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളെ ഇങ്കെല്ലാം കംപ്ലീറ്റ് ഇങ്കും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ടോപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ടാങ്ക് പ്രിൻ്ററും ലോക്കാക്കി വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഒരിക്കലും എന്താണ് ഞാൻ പറഞ്ഞില്ല, ടാങ്കിൻ്റെ സൈഡിൽ ട്രാൻസ്പെറൻ്റായി വെച്ച് കാണിച്ചിട്ടുണ്ടാവുന്നില്ല, അത് ഇതേപോലെയാണ്, ഓരോ ലെവൽ കാണിച്ചില്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് പ്രിൻ്റർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും ഈ സമയത്ത് USB കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ആക്കാൻ പ്രിൻ്റർ കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതിനൊരു 20 മിനിറ്റിന് ഇൻസ്റ്റാളേഷൻ എന്നുള്ള പ്രോസസ്സിങ് ചെയ്യാണ്ട് പ്രിൻ്റർ ഓൺ ചെയ്തതിന് ശേഷം
അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻ്ററിൻ്റെ ബാക്കിൽ പവർ കേബിൾ കണക്ട് ചെയ്തു. എന്നിട്ട് പ്രിൻ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. ഓൺ ചെയ്ത് കുറച്ച് സമയം ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. ഇനീഷ്യലൈസേഷൻ്റെ സമയത്ത് പ്രിൻ്റർ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇനി ഇൻസ്റ്റാളേഷൻ, ഇതിൻ്റെ ഒരു 10-20 മിനിറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്നുള്ളൊരു പ്രോസസ്സിങ് ഉണ്ട്. ടാങ്കിൽ നിന്നും ഉള്ളിലുള്ള ഹെഡിലേക്ക് ഇങ്ക് പമ്പ് ചെയ്യുന്നൊരു പ്രോസസ്സിങ്. അപ്പോൾ ആ പ്രോസസ്സിങ് കഴിഞ്ഞിടയിൽ പ്രിൻ്റർ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഓഫ് ചെയ്യാൻ പാടില്ല. കറണ്ട് പോകുന്ന സമയത്ത് ഓഫ് ആവുകയാണെങ്കിൽ കഴിയുന്നതും ഒരു ബാക്കപ്പ് വെക്കുന്നത് ബാക്കപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ UPS അല്ലെങ്കിൽ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അത്. ഇല്ലെങ്കിൽ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്താൽ ചിലപ്പോൾ ലോട്ട് ഓഫ് ഇങ്ക് വേസ്റ്റ് ആവും. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ക് ഡ്രോപ്പിൻ്റെ അവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് ഓൺ ആയിരിക്കുന്നത് കണ്ടില്ലേ? അതൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ആ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ആ ലൈറ്റ് ഓഫായി പവർ ലൈറ്റ് ഓൺ ആവും. പവർ ലൈറ്റ് ഓഫായി ആ ഇങ്കിൻ്റെ ഡ്രോപ്പുള്ള ഓറഞ്ച് ലൈറ്റ് ഓൺ ആവും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കത്തിക്കൊണ്ടിരിക്കും. അത് ഏകദേശം 20 മിനിറ്റോളം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ എന്ന പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഈ സിമ്പിളിൻ്റെ അർത്ഥം. ഇപ്പോൾ മാക്സിമം 20 മിനിറ്റ് കഴിഞ്ഞാൽ പവർ ലൈറ്റ് ഇതേപോലെ സ്റ്റഡി ആയി നിൽക്കും. വേറെ ലൈറ്റുകളൊന്നും ഓൺ ആയിരിക്കില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈവർ സൈഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഇതേപോലെ USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രം USB കേബിൾ കണക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് പേപ്പർ ട്രയൽ നമുക്ക് ആവശ്യമുള്ള സൈസുള്ള 6x4 പേപ്പറോ അല്ലെങ്കിൽ 5x പേപ്പറോ, ഇത് നമുക്കിവിടെ A4 പേപ്പർ നമുക്കിവിടെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാം. ഞാൻ ഇതിലിപ്പോൾ തൽക്കാലം പ്രിൻറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതിൽ ഈ പ്രിൻ്റർ വീഡിയോ എടുക്കാൻ തന്നെ അവരുടെ കസ്റ്റമറിന് ഒരു ഫോട്ടോ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അത് അവരെ സെക്യൂരിറ്റിക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ആ പ്രിൻ്റ് ഔട്ട് വരുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ക്ഷമിക്കണം. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.